ഒരു മാജിക് സ്ക്വയർ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇങ്ങനെ ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇത് സോൾവ് ചെയ്യും? അതായത് ഒരു സ്ക്വയർ തരും, ആ സ്ക്വയറിൻ്റെ സം 15 ആണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ സം 33 43 തരും. അപ്പോൾ ഒരു സമ്മും തരും, ഇതുപോലൊരു സ്ക്വയറും തന്നിട്ട് ഇത് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇത് സോൾവ് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇതിൻ്റെ ബേസിക് റൂൾസ് എന്താണെന്ന് മനസ്സിലാക്കണം. ഇവിടെ സം 15 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഫസ്റ്റ് റോയിലെ എല്ലാ നമ്പേഴ്സും ആഡ് ചെയ്യുമ്പോൾ 15 കിട്ടണം, സെക്കൻഡ് റോയിലെ എല്ലാ നമ്പേഴ്സും ആഡ് ചെയ്യുമ്പോൾ 15 കിട്ടണം, തേർഡ് റോയിലെ 3 നമ്പേഴ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ 15 കിട്ടണം. റോ എല്ലാം കൂട്ടുമ്പോഴും, അതായത് ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, ഈ 3 റോസ് ആഡ് ചെയ്യുമ്പോഴും ഓരോന്നിൻ്റെയും സം 15 ആവണം. അതുപോലെ തന്നെയാണ് കോളത്തിൻ്റെ കേസിലും. ഫസ്റ്റ് കോളത്തിലെ എല്ലാ എലമെൻസും അല്ലെങ്കിൽ എല്ലാ നമ്പേഴ്സും ആഡ് ചെയ്യുമ്പോൾ 15 വരണം, സെക്കൻഡ് കോളത്തിലെ എല്ലാ നമ്പേഴ്സും ആഡ് ചെയ്യുമ്പോൾ 15 വരണം, തേർഡ് കോളത്തിലെ എല്ലാ നമ്പേഴ്സും ആഡ് ചെയ്യുമ്പോൾ 15 വരണം. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടുത്തെ ഡയഗണൽ എലമെൻറ്റ്സ് ആഡ് ചെയ്യുമ്പോഴും 15 വരണം. ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ കോളങ്ങളിൽ അല്ലെങ്കിൽ ഈ ബോക്സിലെ എലമെൻറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ 15 വരണം. അതുപോലെ തന്നെ ഈ ബോക്സിൽ എലമെൻറ്റ്സ് ആഡ് ചെയ്യുമ്പോഴും 15 വരണം. അപ്പോൾ നമ്മുടെ മാജിക് സ്ക്വയർ സോൾവ് ആയി കഴിയും. ഇനി ഇങ്ങനൊരു ചോദ്യം തന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കിത് വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയൊരു ചോദ്യം തരുമ്പോൾ അതിനകത്ത് 4 or 5 നമ്പേഴ്സ് നിങ്ങൾക്ക് ഇതുപോലെ പ്ലേസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നമുക്കിത് എവിടുന്ന് ഇതെങ്ങനെ ഫില്ലപ്പ് ചെയ്യാം എന്നുള്ള കാര്യം ചിന്തിക്കാം. ഈ ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, ഇവിടുത്തെ ഫസ്റ്റ് റോയിൽ 2 നമ്പേഴ്സ് ഓൾറെഡി ഫിൽഡാണ്. ഇനി ഈ ഒരു ബോക്സും കൂടി ഫില്ലായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റോ കംപ്ലീറ്റ് ആകും. അതായത് ഇവിടെ ഒരു നമ്പറിൻ്റെ ഷോർട്ടേജേ ഉള്ളൂ. അപ്പോൾ ഈ നമ്പർ എങ്ങനെ നമുക്ക് ഫില്ല് ചെയ്യാം എന്നുള്ളത് ആലോചിക്കുക. വേറെ ഏതെങ്കിലും കേസുകൾ പരിഗണിക്കുമ്പം ഇവിടെ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ, അപ്പോൾ ഈ 2 നമ്പേഴ്സ് ഫില്ല് ചെയ്യണം. അത് നമുക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ റോ പരിഗണിക്കുമ്പോൾ ഇവിടെ നമുക്ക് ഒരു നമ്പറേ ഉള്ളൂ, അപ്പോൾ 2 നമ്പേഴ്സ് ഫില്ല് ചെയ്യണം. അത് നമുക്ക് പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ ഒരു നമ്പർ ഫിക്സ് ചെയ്താൽ നമുക്ക് ഈ ഒരു റോ സോൾവ് ആയി കഴിയും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ആദ്യം ചിന്തിക്കാം. ഈ റോ ആഡ് ചെയ്യുമ്പോൾ 15 ആണ് കിട്ടേണ്ടത്. അപ്പോൾ 9ഉം 4ഉം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 13 കിട്ടിക്കഴിഞ്ഞു. ആ 13ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ 15 വരും എന്ന് ചിന്തിച്ച് നോക്കുക. കാര്യം നമുക്ക് ഈ റോ ആഡ് ചെയ്യുമ്പോൾ ഫുൾ 15 ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ 9ഉം 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ തന്നെ 13 വന്നു. അപ്പോൾ ഇവിടെ ഏത് നമ്പർ കൊടുത്താൽ ഈ റോ 15 ആകുമെന്ന് ചിന്തിച്ച് നോക്കുക. ഏത് നമ്പർ ആയിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് റോ സോൾവ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ടത് അതേപോലെ തന്നെയാണ്. ഈ കോളത്തിലെ 2 നമ്പേഴ്സ് ഫിൽഡായി. ഇനി നമുക്ക് ഈ ഒരു ബോക്സും കൂടെ ഫില്ലായാൽ ഈ ഒരു കോളം സോൾവ് ആയി കഴിയും. ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കുക. ഈ 2 നമ്പേഴ്സ് കൂടെ ആഡ് ചെയ്യുമ്പോൾ 2 + 7, ദാറ്റ് ഈസ് ആൻസർ നമുക്ക് 9 എന്ന് കിട്ടും. ആ 9ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ 15 ആകും? ദാറ്റ് ഈസ് 6. അപ്പോൾ അതവിടെ സോൾവ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വീണ്ടും ഒരു ബോക്സ് ഫില്ല് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു കോളം ഒരു ബോക്സിൽ ഒഴിവായിട്ടുള്ളത് മാത്രം നോക്കുക. ഇവിടെ നോക്കുമ്പോൾ 6ഉം 1ഉം വന്നു കഴിഞ്ഞു. ഇനി ഈ ഒരു ബോക്സും കൂടെ ഫില്ലാകണം. 6 + 1 7 ആണ്. ഇനി ഇവിടെ ഒരു നമ്പർ കൂടെ വരുമ്പോൾ അതും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 15 വരണം. അപ്പോൾ 6 + 1 7 ആയി കഴിഞ്ഞു. ഇനി ഏത് നമ്പർ ഇവിടെ വന്നു കഴിഞ്ഞാൽ സം എടുക്കുമ്പോൾ 15 വരും. 8 ആണ്. അപ്പോൾ നമ്മളിവിടെ 8 കൊടുക്കും. ആഡ് ചെയ്ത് നോക്കുക. 6 + 1 7, 7 + 8 15. അപ്പോൾ അതും സോൾവ് ആയി കഴിഞ്ഞു. ഇനി വീണ്ടും നമ്മൾ ഈ കോളം നോക്കുക. ഈ കോളത്തിലെ നടുക്കുള്ള ബോക്സാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കുക. 4 + 8, 4 + 8 ഈസ് 12 ആണ്. അപ്പോൾ 12 വന്നു കഴിഞ്ഞാൽ ബാക്കി എത്ര നമ്പർ ഇവിടെ, അല്ലെങ്കിൽ ഏത് നമ്പർ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 15 കിട്ടുമെന്ന് നോക്കുക. 4 + 8
12 ആണ്. 12ൻ്റെ കൂടെ 3 കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 15 കിട്ടുന്നത്. അപ്പോഴതും ഫില്ലായി കഴിഞ്ഞു. ഇനി ഒരേ ഒരു ബോക്സേ ഉള്ളൂ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട്. അതിന് നമുക്ക് ഏത് രീതി വേണമെങ്കിലും സോൾവ് ചെയ്യാം. ഒന്നെങ്കിൽ ഡയഗണലായിട്ട് എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഡയഗണൽ പരിഗണിക്കാം, അല്ലെങ്കിൽ ഈ സെക്കൻഡ് കോളം പരിഗണിക്കാം. എങ്ങനെ വേണമെങ്കിലും അത് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്ത് നോക്കുക. ഇവിടെ 9, ഇവിടെ 1, അപ്പോൾ 10 കിട്ടിക്കഴിഞ്ഞു. ഇനി ഇത് ഫില്ല് ചെയ്യണമെങ്കിൽ ഏത് നമ്പറും കൂടെ വരണം? 9 + 1 10 ആയി. 15 ആണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്കിവിടെ 5 കൊടുക്കണം. ഇനി ഇത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഡയഗണൽ എലമെൻറ്റ്സിന് ഇത് കറക്റ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കുക. ഡയഗണൽ എലമെൻറ്റ്സിൽ 2 + 5 7, 7 + 8 15 ഓക്കെ ആയി. ഇനി ഈ ഡയഗണൽ എലമെൻറ്റ്സ് നോക്കുക. 6 + 5 11, 11 + 4 15 ആയി. ഇനി ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ ആഡ് ചെയ്ത് നോക്കിയേ, എല്ലാം ശരിയാണ്. ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. 2 + 9 11, 11 + 4 15, 7 + 5 12, 12 + 3 15, 6 + 1 7, 7 + 8 15. ഇനി കോളം ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. 7 + 6 13, 13 + 2 15, 9 + 5 14, 14 + 1 15, 4 + 3 7, 7 + 8 15. അപ്പോൾ മാജിക് സ്ക്വയർ സോൾവ് ആയി കഴിഞ്ഞു.